ഹോർമൂസ് കടലിടുക്കിൽ ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ലോകരാജ്യങ്ങളും പാശ്ചാത്യ മാധ്യമങ്ങളും ഉറ്റുനോക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് അമേരിക്ക ഉപരോധിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ അമേരിക്ക 10,000 കമാൻഡോകളെ അവിടെ വിന്യസിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. യുദ്ധത്തിന് വീണ്ടും ഞങ്ങൾ പൂർണ്ണ സജ്ജരാണ് എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. ഇറാൻ US യുദ്ധത്തിലെ സ്ഥിതി അനുദിനം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് അമേരിക്ക ഹോർമൂസ് കടലിടുക്ക് ഉപരോധിച്ചു. ഉപരോധം വളരെ കഠിനമാണ്. ഒരു കപ്പലിന് പോലും ഇറാനിയൻ ഗൾഫിൽ പ്രവേശിക്കാനോ പുറത്തു പോകാനോ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലൊരു ഉപരോധമാണ് അമേരിക്ക അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം അനിവാര്യമാണെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ അമേരിക്ക തങ്ങളുടെ ഏറ്റവും മികച്ച 10,000-ലധികം യുദ്ധവിമാനങ്ങളെ ഹോർമൂസ് കടലിടുക്കിലേക്ക് അയച്ചിട്ടുണ്ട്. അതായത് യുദ്ധവിമാനങ്ങളല്ല, 10,000-ലധികം കമാൻഡോകളെ ഹോർമൂസ് കടലിടുക്കിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിൽ മറൈൻ സൈനികർ മാത്രമല്ല, വ്യോമസേനയിലെ ഏറ്റവും മികച്ച പാരാട്രൂപ്പർമാരും ഉൾപ്പെടുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഒരു കപ്പലും ഹോർമൂസ് കടലിടുക്ക് വിട്ടുപോവുകയോ പ്രവേശിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു കാണേണ്ട ഒരു വസ്തുത. അമേരിക്ക ഉപരോധം ഹോർമൂസ് മാത്രമായി പരിമിതപ്പെടുത്തിയില്ല. അറേബ്യൻ കടലിലെ എല്ലാ തുറമുഖങ്ങൾക്കും ഇത് ബാധകമാണ്. ഒമാൻ ഉൾക്കടലിലെ തുറമുഖങ്ങളും അമേരിക്ക അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ രണ്ടാം ഘട്ട സമാധാന ചർച്ചകളെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇരുവശത്തുമുള്ള പ്രതിനിധികൾ ജനീവയിൽ ഇത് നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിനായി പിൻവാതിൽ ചർച്ചകളും നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ആ രണ്ടാം ഘട്ടവും വിജയിക്കാൻ സാധ്യതയില്ല എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.